ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കൾ, ഇപ്പോൾ ദി കേരള സ്റ്റോറി തന്നെയാണ് കൂടുതൽ ചർച്ചയ്ക്ക് സമൂഹത്തിൽ വിധേയപ്പെട്ടിരിക്കുന്നത്. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയ ദി കേരള സ്റ്റോറി എന്ന വിവാദ ചിത്രം ഇടുക്കി അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിലെ വേദപഠന ക്ലാസിന്റെ ഭാഗമായി 17 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രദർശിപ്പിച്ച് കേരളത്തിനെതിരെയും ഒരു മതവിഭാഗത്തിനെതിരെയും ഒരു മതവിഭാഗത്തെ വെറി പിടിപ്പിക്കുന്നതിനു വേണ്ടി വംശീയ വിദ്വേഷവും വ്യാജ പ്രചരണവും നടത്തി ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ആദിൽ അബ്ദുറഹീം സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സണ് പരാതി നൽകിയിരിക്കുന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. അഡൽട്ട് ഓൺലി സർട്ടിഫിക്കറ്റ് നൽകപ്പെട്ട ചിത്രം 17 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രദർശിപ്പിക്കുന്നത് നിയമവിരുദ്ധമായിരിക്കെയാണ് ഇടുക്കി അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിലെ വേദപഠന ക്ലാസിന്റെ ഭാഗമായി 10 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ദി കേരള സ്റ്റോറി ചിത്രം പ്രദർശിപ്പിച്ചത്. കേരളത്തിനെതിരെയും ഒരു മതസാമൂഹിക വിഭാഗത്തിനെതിരെയും വംശീയ വിദ്വേഷവും വ്യാജ പ്രചരണവും നടത്തുന്ന സിനിമയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധമുയർന്നിട്ടും സിനിമ നിരോധിച്ചിട്ടില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇടുക്കി അതിരൂപത ഭാരവാഹികൾ കുട്ടികൾക്കായുള്ള പ്രദർശനത്തെ ന്യായീകരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കു വേണ്ടി സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രം പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് സെൻസർ ബോർഡിന്റെ നിയമത്തെയാണ് രൂപത ലംഘിച്ചിട്ടുള്ളത്. കൗമാരക്കാർക്കിടയിൽ വംശീയമായ വേർതിരിവും മതവിദ്വേഷവും സൃഷ്ടിക്കുക എന്ന ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമെന്ന നിലയിൽ 2024 ഏപ്രിൽ 4 ഇടുക്കി അതിരൂപതയുടെ കാർമ്മികത്വത്തിൽ നടന്ന ഈ സിനിമാ പ്രദർശനം അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. 17 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി സർട്ടിഫിക്കറ്റ് ലഭിച്ച ദി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇടുക്കി അതിരൂപതയുടെ ഭാരവാഹികൾ തന്നെ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനത്തിനെതിരിൽ ബാലാവകാശ കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. 2 മതവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മുന്നിൽ വരുന്നത്. എന്നാൽ ദി കേരള സ്റ്റോറി ഞങ്ങൾ ഇനി പ്രദർശിപ്പിക്കുന്നില്ല എന്നാണ് തലശ്ശേരി അതിരൂപതയുടെ ഏറ്റവും അടുത്ത റിപ്പോർട്ട് വരുന്നത്. വിവാദ സിനിമയായ ദി കേരള സ്റ്റോറി പള്ളികളിൽ പ്രദർശിപ്പിക്കില്ല എന്ന് തലശ്ശേരി അതിരൂപത പറഞ്ഞിരിക്കുന്നു. അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ പ്രദർശിപ്പിക്കാൻ ഔദ്യോഗിക തീരുമാനം അതിരൂപത എടുത്തിട്ടില്ല എന്ന അവരുത വെളിപ്പെടുത്തുന്നു. KCYM-ന്റേതായി വന്ന നിർദ്ദേശം രൂപതയുടേതല്ല എന്നവർ പറയുന്നു. മതവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അതിരൂപത ഉദ്ദേശിക്കുന്നില്ല. സിനിമയെടുത്തവരുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാനില്ലെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് വിവാദത്തിനില്ലെന്നും തലശ്ശേരി അതിരൂപത വ്യക്തമാക്കി. ഇന്ന് വൈകിട്ട് ചെമ്പന്തോട്ടി പാരിഷ് ഹാളിൽ ദി കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുമെന്നായിരുന്നു KCYM-ന്റെ അറിയിപ്പ്. ഏറെ വിവാദമുണ്ടാക്കിയ ദി കേരള സ്റ്റോറി എന്ന സിനിമ വീണ്ടും പ്രദർശിപ്പിക്കാൻ ദൂരദർശൻ തീരുമാനിച്ചതോടെയാണ് വിവാദം തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുന്നത്. LDF-ഉം UDF-ഉം പോലെ ദൂരദർശനെ തള്ളിപ്പറഞ്ഞു നിന്ന സമയത്താണ് ഇടുക്കി അതിരൂപത ചിത്രം പ്രദർശിപ്പിക്കുന്നത്. തൊട്ടു പിന്നാലെ തലശ്ശേരി, താമരശ്ശേരി രൂപതകളും ചിത്രം പ്രദർശിപ്പിക്കും എന്നറിയിച്ചതോടെ മുഖ്യമന്ത്രി നിലപാട് കടുപ്പിക്കുകയായിരുന്നു. RSSന്റെ അജണ്ട മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല എന്ന് മുഖ്യമന്ത്രി സഭാ നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ശക്തമായ നിലപാട് സ്വീകരിച്ച് കേരള സ്റ്റോറിക്കെതിരെ രംഗത്തു വന്നു. അതോടെയാണ് വീണ്ടും ഈ സിനിമ ചർച്ചയാകുന്നത്. ദി കേരള സ്റ്റോറി എന്ന സിനിമയും വിവാദവും കൂടുതൽ രാജ്യങ്ങളിലേക്ക്, കൂടുതൽ സംഘടനകളിലേക്ക്, കൂടുതൽ വ്യക്തികളിലേക്ക്, കൂടുതൽ മാധ്യമങ്ങൾ ചർച്ചയുമായി എത്തുകയാണ്. ഇപ്പോഴിതാ ദി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘപരിവാർ കേന്ദ്രങ്ങളെ വെല്ലുവിളിച്ച് ഒരു അമേരിക്കൻ മലയാളിയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. മുസ്ലിം മതത്തിൽ ജനിച്ച് മുസ്ലിം വിശ്വാസികളായി ജീവിക്കുന്ന യുവാക്കൾ പ്രേമിച്ചു മതം മാറ്റി ഇസ്ലാമിക് സ്റ്റേറ്റിൽ അംഗങ്ങളാക്കിയ കേരളത്തിലെ 10 സ്ത്രീകളുടെ വിവരങ്ങൾ നൽകാൻ സാധിക്കുമോ എന്നാണ് നസീർ ഹുസൈൻ കിഴക്കേടത്തിന്റെ പുതിയ വെല്ലുവിളി. കേരള സ്റ്റോറി റിലീസായ സമയത്തും ഇതേ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നസീർ ഹുസൈൻ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇത്തവണ ഉത്തരം നൽകാൻ കഴിയുന്നവർക്ക് നസീർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. ഈ വെല്ലുവിളി കേരള സ്റ്റോറി പള്ളികളിൽ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ച ഇടുക്കി താമരശ്ശേരി രൂപതകൾക്കും
ക്രിസ്ത്യൻ യുവജന വിഭാഗമായ KCYM-നും നൽകുന്നതായി നസീർ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്ന കേരളത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ പേര്, അഡ്രസ് തുടങ്ങിയ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നവർക്ക് നസീറിന്റെ 1 കോടി രൂപ സമ്മാനമായി ലഭിക്കും. 32,000 സ്ത്രീകളുടെ വിവരങ്ങളൊന്നും വേണ്ട എന്ന് നസീർ എടുത്തു പറയുന്നുണ്ട്. വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയില്ലെങ്കിൽ സംഘപരിവാർ പ്രൊപ്പഗണ്ടയായ സിനിമ കുട്ടികളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചതിന് ഇവർ കേരളത്തിലെ മതേതര സമൂഹത്തോട് മാപ്പ് പറയണമെന്നും നസീർ ചൂണ്ടിക്കാണിച്ചു. അതേസമയം വിവാദ സിനിമയായ ദി കേരള സ്റ്റോറി പള്ളികളിൽ പ്രദർശിപ്പിക്കില്ല എന്ന് തലശ്ശേരി അതിരൂപത ഏറ്റവും അടുത്തായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ സിനിമ പ്രദർശിപ്പിക്കുന്നതിനായി ഔദ്യോഗിക തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് KCYM പറയുന്നത്. KCYM-ന്റേതായി വന്ന നിർദ്ദേശം രൂപത പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് KCYM അറിയിക്കുകയും ചെയ്യുന്നു. ഏപ്രിൽ 9 വൈകിട്ട് ചെമ്പന്തോട്ടി പാരിഷ് ഹാളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കും എന്നായിരുന്നു മാധ്യമങ്ങളിലൂടെ KCYM-ന്റേത് എന്ന നിലയിൽ ചർച്ചയായ അറിയിപ്പ്. എന്നാൽ ഇപ്പോൾ അവരത് നിരാകരിച്ചു മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയ സംഘടനകളുടെ വിവാദ വിഷയമായി മാറുമ്പോൾ ചില മതവിഭാഗങ്ങളും വിവാദമാക്കുകയാണ്. ദി കേരള സ്റ്റോറി വിവാദത്തിനിടയിൽ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ച് കൊച്ചിയിലെ പള്ളിയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള സാൻജോപുരം സെന്റ് ജോസഫ് പള്ളിയുടേതാണ് തീരുമാനം. രാവിലെ 9:30 ഡോക്യുമെന്ററി പ്രദർശനം. മണിപ്പൂർ ക്രൈ ഓഫ് ദി ഒപ്രൈസ്ഡ് എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാനാണ് സാൻജോപുരം പള്ളി തീരുമാനിച്ചിരിക്കുന്നത്. 100-ലധികം വരുന്ന ബൈബിൾ വിദ്യാർത്ഥികൾക്ക് ഡോക്യുമെന്ററി കാണാൻ അവസരമുണ്ടെന്നും മണിപ്പൂർ കലാപത്തെക്കുറിച്ച് കുട്ടികൾ അറിഞ്ഞിരിക്കണമെന്നും പള്ളി വികാരി നിധിൻ പനവേലിൽ ഏഷ്യനെറ്റ് ന്യൂസിനോടാണ് പറയുന്നത്. ദി കേരള സ്റ്റോറി സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണെന്നും ഏതെങ്കിലും സഭയോ രൂപതയും സിനിമയെക്കുറിച്ച് നല്ലത് പറഞ്ഞതുകൊണ്ട് അത് മാറ്റം വരില്ലെന്നും പള്ളി വികാരി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതേസമയം ദി കേരള സ്റ്റോറി പള്ളികളിൽ പ്രദർശിപ്പിക്കില്ല എന്ന് തലശ്ശേരി അതിരൂപത ചൊവ്വാഴ്ചയാണ് അറിയിക്കുന്നത്. അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ സിനിമ പ്രദർശിപ്പിക്കുന്നതിനായി ഔദ്യോഗിക തീരുമാനം എടുത്തിട്ടില്ല എന്ന് KCYM അറിയിക്കുകയും ചെയ്തതോടെ വിവാദത്തിന്റെ തിരി ഏതാണ്ട് കെട്ടുപോകുകയാണ്. KCYM-ന്റേതാണ് എന്ന രൂപത്തിൽ പുറത്തു വന്ന നിർദ്ദേശം രൂപത പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് KCYM അറിയിച്ചു. ഏപ്രിൽ 9 വൈകിട്ട് ചെമ്പന്തോട്ടി പാരിഷ് ഹാളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കും എന്ന് നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു, വാർത്തകളിലും പ്രചരിച്ചു. എന്നാൽ അത് KCYM-ന്റേതല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇങ്ങനെ 2 വിഭാഗങ്ങൾ തമ്മിൽ ഈ വിഷയം ഏറ്റുപിടിക്കുമ്പോൾ സമൂഹത്തിൽ ഈ വിഷയം ചൂടേറിയ ചർച്ചയ്ക്ക് കാരണമാകുന്നു. 32,000 ആളുകൾ പോയിട്ടുണ്ടോ, 3 പേര് പോയിട്ടുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ നാട്ടിൽ മതപരിവർത്തനം സംഘടിതമായി നടക്കുന്നുണ്ടോ ഇല്ലേ, ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ ഇല്ലേ, അത് ഇനിയും ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. നന്ദി.